മാർഷൽ ആർട്സ് ആണോ നല്ലത്, ഡാൻസിങ് ആണോ? സത്യത്തിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത ടോപ്പിക്കാണിത്. പക്ഷെ എന്നാലും നമുക്ക് ഇതിലൊന്ന് അനലൈസ് ചെയ്യാം. ഈ മാർഷൽ ആർട്സും ഡാൻസിങ്ങും നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. നമ്മൾ മാർഷൽ ആർട്സ് ചെയ്താലും ഡാൻസിങ് ചെയ്താലും നല്ല രീതിയിൽ കലോറി ബേൺ ചെയ്യാൻ പറ്റും. നല്ലൊരു കാർഡിയോ വർക്കൗട്ട് ആണ് ഇത് രണ്ടും. മാർഷൽ ആർട്സ് ഇല്ലെങ്കിൽ ഡാൻസിങ് ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും, നമ്മുടെ ബാലൻസ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവും, ഓവറോൾ നമ്മുടെ കാർഡിയോ വസ്കുലർ ഹെൽത്തും അതും ഇമ്പ്രൂവ് ആവും. അങ്ങനെ കാർഡിയോയുടെ എല്ലാ ബെനിഫിറ്റും നമുക്ക് ഇത് രണ്ടും ചെയ്താൽ കിട്ടും. പക്ഷെ ഇത് രണ്ടിനെ ഡിഫറെന്റ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡാൻസിങ് ക്ലബ്ബിൽ നമ്മൾ പോയി എന്തുവാ ചെയ്യുന്നത്, അവിടുത്തെ മാസ്റ്റേഴ്സ് നമ്മളെ കുറെ സ്റ്റെപ്സ് കാണിച്ചു തരും. അത് കണ്ട് നമ്മൾ ചെയ്യും. കുറെ ആളുകളുമായിട്ട് ചേർന്ന് നമ്മൾ ആ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അങ്ങനെ നമ്മൾ ഇത് ലോങ് ടൈമിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഡാൻസിങ് സ്കിൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഏത് ഷോയ്ക്ക് പോയാലും നമുക്ക് പെട്ടെന്ന് പഠിച്ച് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഡാൻസിങ്ങിന്റെ കേസസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡാൻസിങ് ചെയ്ത് ഏതെങ്കിലും ഷോയ്ക്ക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ കാണാതെ പഠിച്ചു വെച്ച സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും. നമുക്ക് നേരത്തെ നമ്മുടെ മാസ്റ്റേഴ്സ് കാണിച്ചു തന്നതും ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് തിരിച്ച് ഫൈറ്റിങ്ങിലേക്ക് വരാം. ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ഡാൻസിങ്ങിന്റെ എല്ലാ കാർഡിയോയുടെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്, എല്ലാ കോർഡിനേഷനും എല്ലാം ഡാൻസിങ്ങിന്റെ ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഫൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് സ്പോർട്സ് മാതിരിയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഒപ്പോണന്റ് എന്തുവാ ചെയ്യുന്നത്, അവന്റെ അടുത്ത മൂവ്മെന്റ് എന്തുവാണ്, ഇതും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഫൈറ്റിങ്ങും സ്പാറിങ്ങും ഇതെല്ലാം കൂടി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോക്കസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അത് മാത്രമല്ല, നമ്മൾ ഫൈറ്റിങ്ങിൽ ഫുൾ കോൺഷ്യസ് ആയിരിക്കണം. നമ്മുടെ ഒപ്പോണന്റ് ഇല്ലെങ്കിൽ നമ്മുടെ എനിമി അടുത്ത ഏത് മൂവ് എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഒപ്പോണന്റ് നമ്മളെ പറ്റിച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു റൈറ്റ് ഹാൻഡ് ഹുക്ക് വരും. അപ്പൊ നമുക്ക് എന്ത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഡാൻസിങ്ങിന്റെ കേസസിൽ അങ്ങനെയല്ല. നമ്മളൊരു സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്ത് നേരത്തെ വെച്ചേക്കും, എന്നിട്ട് നമ്മൾ ഷോയ്ക്ക് പോയത് അത് അവതരിപ്പിക്കും, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അപ്പം അവിടെ നമുക്ക് വലിയ ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം ചെയ്യുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യം അങ്ങ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും അവിടെ ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട്. കാരണം എല്ലാവരും നല്ല കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്യണം. അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ബട്ട് ഫൈറ്റിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഒപ്പോണന്റിനെ സ്റ്റഡി ചെയ്യണം. ഫൈറ്റിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ ഒപ്പോണന്റിനെ സ്റ്റഡി ചെയ്യുകയും ചെയ്യണം. അതുമാത്രമല്ല, നമ്മൾ ഫൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ അഡ്രിനാലിൻ നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ട് ഇരിക്കുമായിരിക്കും. നമുക്ക് അൺസേർട്ടൺ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും. ഇപ്പൊ അടുത്ത മൂവ്മെന്റ് എനിമി നമ്മൾ അടിച്ച് തറയിട്ടെന്നിരിക്കാം. നമുക്കും വേണം ഫൈറ്റിങ്ങിൽ ഒപ്പോണന്റിനെ ഫോഴ്സ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ബുദ്ധി അനുസരിച്ച് ആ സമയത്ത് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ഒരു ക്രോസ് കൊടുക്കാൻ പോലെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് കാല് മടക്കി റൗണ്ട് ഹൗസ് കിക്ക് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ ഒരു ബ്രെയിനിൽ ഒരു കോർഡിനേഷൻ വർക്കാവുക. നമ്മൾ ഒപ്പോണന്റിനെ സ്റ്റഡി ചെയ്തിട്ട് അവരുടെ മൂവും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യുവാണ്. ഡാൻസിങ്ങിൽ അത് വരുന്നില്ല. സത്യത്തിൽ നമ്മൾ നേരത്തെ കാണാതെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു, അതേ വരുന്നുള്ളൂ. പിന്നെ ഡാൻസിങ്ങിലേക്ക് വരുമ്പം ഈ ആളുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഈ ഫൈറ്റിങ്ങിനേക്കാളും കൂടുതലാണ്. കാരണം ഒരു ടീമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫൈറ്റിങ് നമ്മൾ ഡോജോയിലൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ നല്ല കോർഡിനേഷൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനേലും കൂടുതലാണ് ഡാൻസിങ്ങിലേക്ക് വരുമ്പോൾ. കാരണം അവിടെ നല്ല കോർഡിനേഷൻ ഉണ്ട്. പിന്നെ ഒരു ജോയ്ഫുൾ മൂവ്മെന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡാൻസിങ്ങിൽ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ. ഫിറ്റ്നസ് നോക്കുവാണെങ്കിൽ രണ്ടും ഈക്വൽ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഡാൻസിങ്ങിലൂടെ നമുക്ക് നല്ല ഫിറ്റ്നസ് കിട്ടും, അതുപോലെ ഫൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അതിപ്പോൾ ഏത് മാർഷൽ ആർട്സ് ആണെങ്കിലും അതിലൂടെയും നമുക്ക് നല്ല ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഡിസിപ്ലിനും നല്ലൊരു ഫോക്കസും ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് നല്ലത് ഫൈറ്റിംഗ് ആണ്, ഇല്ലെങ്കിൽ മാർഷൽ ആർട്സ് ആണ്. നമുക്ക് ജോയ്ഫുൾ ഇല്ലെങ്കിൽ ചിയറിയസ് സിറ്റുവേഷനിൽ നമുക്ക് ഇതെല്ലാം വേണം. നമുക്ക് നല്ല ഫിറ്റ്നസും വേണം, നമുക്ക് എല്ലാം ഒരു ജോയ്ഫുൾ ആയിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നല്ലത് ഡാൻസിങ് ആണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒന്നിനെ കുറ്റം പറയുമല്ല, രണ്ടും നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഫൈറ്റിങ്ങിന്റെ ഒരു ദോഷം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പാറിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് ഇഞ്ചറി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഡാൻസിങ്ങിനും ഉണ്ട്. നമ്മൾ ഡാൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കാല് കെട്ടിയൊക്കെ വീണ് നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാലിന് അത് ഉളുക്ക് വന്നു. അങ്ങനെയൊക്കെ ഉളുക്ക് വരുന്ന സത്യത്തിൽ ഈ ഡാൻസിങ് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്തായാലും വാമപ്പ് ചെയ്യണം. ചെറുതായിട്ടെങ്കിലും കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് ഡാൻസിങ്ങിലേക്കാണെങ്കിലും ഫൈറ്റിങ്ങിലേക്കാണെങ്കിലും ഏത് ഫിറ്റ്നസ് മേഖലയിലൊക്കെ ആണെങ്കിലും ഇറങ്ങേണ്ടത്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.